വായിച്ചു. നിങ്ങൾ എത്ര പേര് അപ്പോഴും ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കി. അവിടെ ഒരുക്കത്തിൻ്റെ സമയമായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. കുറച്ച് പേരിങ്ങനെ കേട്ട് കാണും. ഞാൻ അപ്പുറമേ ആദ്യം വായിക്കും. ഹഗ്ഗായിയുടെ പ്രവചനത്തിലാണ്. സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. ഹഗ്ഗായി 1:7 മുതൽ 11. നിങ്ങളുടെ മാർഗങ്ങളെ പരിശോധിച്ച് നോക്കുകയും, ദൈവം പറയാണ്, നിങ്ങളുടെ മാർഗങ്ങളെ പരിശോധിച്ച് നോക്കുകയും. നോമ്പുകാലം നോമ്പ് നോക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കുന്നു, പയർ കറി വെക്കുന്നു, ഇറച്ചി കഴിക്കുന്നില്ല, നല്ലതായിരിക്കും. ഇറച്ചി കഴിക്കുന്നവരുണ്ട്, നന്നായിരിക്കട്ടെ. നിങ്ങളുടെ മാർഗങ്ങളെ പരിശോധിച്ച് നോക്കുകയും, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് മന്ദിരം പണിയുകയും, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനും അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എൻ്റെ മന്ദിരം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭവനത്തിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ മൂലം ആകാശം മഞ്ഞ് പൊഴിക്കാതെയും ഞാൻ അതിനെ ബന്ധിച്ചിരിക്കുന്നു. ഭൂമി വിളവ് തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല അധ്വാനത്തിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഈ മന്ദിരമെന്ന് പറയുന്ന ദൈവത്തിന്റെ മന്ദിരമാകുന്ന ദേവാലയം അതിരിക്കട്ടെ. ഒന്നാമത് ദൈവത്തിന്റെ മന്ദിരം നാമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. നമ്മളൊക്കെ ദൈവത്തിന്റെ ബോഡി, ദൈവത്തിന്റെ മന്ദിരമാണ്. ടെമ്പിൾ ഓഫ് ഗോഡ് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചാൽ ദൈവം നമ്മെ നശിപ്പിക്കും. ദൈവം എത്ര കരുണയോടെയാണ് നമ്മെ സൃഷ്ടിച്ചത്. എന്ത് കരുണയുള്ള ദൈവമാണ് നമ്മുടെ നമസ്കാരം തന്നെ പറയുന്നുണ്ട്, കരുണയുള്ളവനായ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ എന്നിട്ട് വാതിൽ ഞങ്ങളുടെ അപേക്ഷ മുട്ടും. എന്നെ വന്ദിക്കുന്ന ഒരാവശ്യങ്ങളെ ചോദിക്കും. കരുണയുടെ കാര്യമാണ് നാം ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച അതിശയങ്ങളാണ് നോമ്പ് വായിക്കും. നമ്മൾ പറയും, കരുണയോടെ ഈ ലോകത്തെ മണിഞ്ഞുണ്ടാക്കിയ ദൈവം നമ്മോട് കൂടെ. ഇപ്പോൾ കാശായി വിലാസായി ഉയർത്തി കർത്താവ് ശരീരം ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, തന്റെ മനോഗുണത്താൽ കരുണയോടെ ഈ ലോകത്തെ മണിഞ്ഞുണ്ടാക്കിയ ദൈവം നമ്മുടെ കൂടെ. കരുണയുള്ളവനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ലൈഫിൽ എത്ര കാലമായി ഈ ഭൂമിയിൽ അത്രയും കാലം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അമ്മയുടെ ഗർഭപാത്രം പോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് എന്റെ കണ്ണ് നിന്നെ കണ്ടു. തമ്പുരാൻ നിശ്ചയിക്കാത്ത ഒരു കുഞ്ഞു ലോകത്ത് ജനിക്കില്ല കേട്ടോ. നമ്മളൊക്കെ ജനിച്ചിരിക്കുന്ന തമ്പുരാന്റെ കൽപ്പന പ്രകാരം. ദൈവം കൽപ്പിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഉളവായതൊന്നും അവനെ കൂടാതെ, ഉളവായതെല്ലാം അവന്റെ അനുവാദത്താണ് ഉളവായത്. അതുകൊണ്ട് ഓർത്ത് നോക്കാം, ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ വെടിപ്പോടും വിശുദ്ധിയോടും കാക്കുന്നുണ്ടോ? ഇവിടെ പറയാം, നീ നിന്റെ മന്ദിരത്തിന് ആവശ്യമായ കാലഘട്ടമെങ്കിൽ നീ അതിനുവേണ്ടി ഓടുകയാണ്. നിന്റെ ശരീരവും നിന്റെ വീടും നിന്റെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹം വരാനായി ഞാൻ ഓടുകയാണ്. എന്നാലോ ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. ഒത്തിരി അധ്വാനിച്ചു. ആയ കാലത്തൊക്കെ വളരെ ശക്തിയോടെ ജോലി ചെയ്യും. ചെറുപ്പകാലത്തൊക്കെ ധാരാളം അധ്വാനിച്ചു. എല്ലാ തരത്തിലും നമ്മൾ വളരാൻ ശ്രമിക്കുക. എല്ലാ മനുഷ്യരും അങ്ങനെ ദൈവം മടിയനായിരിക്കാൻ ആരോടും പറയുന്നില്ല. ചെയ്യാവുന്ന സമയത്തൊക്കെ ചെയ്യുക. എന്തെല്ലാം കാര്യങ്ങൾ സമ്പാദിച്ചു. നമ്മുടെ പൂർവികരെ, നമ്മുടെ അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, വല്യപ്പച്ചനും അപ്പച്ചൻ്റെ അപ്പച്ചനൊക്കെ എന്തെല്ലാം ഉണ്ടാക്കി നമുക്ക് തന്നതായിരിക്കും. അവർ തന്ന വീടുകളുണ്ട്, അവർ തന്ന പറമ്പുണ്ട്, അവിടെ നമ്മളിപ്പോൾ താമസിക്കുന്നവരുണ്ട്, വിറ്റ് പോയതുണ്ട്, സൗകര്യാർത്ഥം വിറ്റ് പോകുന്നവരുണ്ട്. ഇങ്ങനെ വേണ്ടതൊക്കെയും നമ്മുടെ പിതാക്കന്മാരെ കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്കൊരു ശരീരത്തെയും തന്നു, സമ്പത്തിനെയും ധനത്തെയും ഒക്കെ തന്നു. എന്നിട്ട് നാം ഓടുന്നതിന് വേണ്ടി നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? ദൈവം തന്നെ ചോദിക്കണം. ഞാൻ വളരെ അധ്വാനിച്ച് ഈ ബോഡിക്ക് വേണ്ടി, എന്റെ ഭവനത്തിന് വേണ്ടി, എന്റെ വീടിന് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പോഴൊക്കെ അധ്വാനിച്ചവരാണ്. ഇനി അധ്വാനിച്ചതൊക്കെ അവിടെ ഉണ്ടോ? അതോ ദൈവം തമ്പുരാൻ ഊതിക്കളഞ്ഞോ?
ദൈവം തന്ന ബോഡി, ദൈവം 30 വയസ്സ് നമ്മൾ ആരോഗ്യമുള്ളവരായിരുന്നു. ഈ 65 ഉണ്ടാകുന്നുണ്ടോ? 65 ഉള്ളവരുണ്ടും അത് മുകളിലുള്ളവരും ഞാൻ ഉൾപ്പെടെ ചോദിക്കുകയാണ്, അതിന് മുകളിൽ ഈ ആരോഗ്യമുണ്ടോ? ദൈവത്തിന്റെ മന്ത്രമാണ്, പേടിക്കണ്ട. തമ്പുരാനെ പറഞ്ഞാൽ മതി, തമ്പുരാനെ നീ ഊതിക്കളയരുത്. ഞാൻ ശ്രമിച്ചാൽ എന്റെ ഭവനം വളരുകയില്ല, ഞാൻ ശ്രമിച്ചാൽ എന്റെ ബുദ്ധി വളരുകയില്ല, ഞാൻ ശ്രമിച്ചാൽ എന്റെ കുടുംബം വളരുകയില്ല, ഞാൻ ശ്രമിച്ചാൽ എന്റെ ഫിസിക്കലായിട്ടുള്ള ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. ഞാൻ നോക്കിയാൽ എന്റെ എത്ര കാലം എന്റെ കിഡ്നിയെ കീപ്പ് ചെയ്യാൻ സാധിക്കും, എത്ര കാലം എന്റെ ഹാർട്ടിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓർക്കും ഓരോ മനുഷ്യരെ നമ്മൾ വണ്ടിയിലേക്ക് വരുമ്പോൾ, ഇന്ന് രാവിലെ പള്ളിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു 75 വയസ്സ് എന്നൊരു മനുഷ്യനായി ഓടാൻ എന്നിട്ട് ഓടുകയാണ്. എന്റെ മനസ്സിൽ തോന്നി, എന്റെ വല്യപ്പ എത്ര ഓടിയാലും 80 വരെ ഓടുകയുള്ളൂ. പോയി വല്യപ്പ. ഞാൻ എന്നോട് തന്നെ പറയും, തമ്പുരാൻ ശക്തി എന്നതിനെ എനിക്ക് ചൊല്ലാൻ ഒക്കുവോ? അയ്യോ ഒത്തൊന്നും പറഞ്ഞില്ല, നടക്കുന്നത് ഇരിക്കുന്നത് കിടക്കുന്നത് കൈ പൊക്കി അവിടെ വേറെ ഇവിടെ വേറെ. പേടിക്കണ്ട, ഞാൻ നിന്നോട് കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ട് എന്റെ മന്ദിരം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭവനത്തിലേക്ക് ഓടുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ശൂന്യത. അപ്പോൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മുടെ ബോഡി. ഇതിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിനായിട്ട് ഓടുക. ഇന്നലെ ഞാൻ ഒരു ആളോട് സംസാരിച്ചപ്പോൾ ആ പ്രായമുള്ള അമ്മ പറഞ്ഞു, വലിയ പ്രായമൊന്നുമില്ല, അരച്ചിട്ടൊന്നുമില്ല. ആ തള്ള പറഞ്ഞു, അച്ഛോ ഞങ്ങൾക്ക് നോയിപ്പാണ്. ഓക്കെ, ഫോണിൽ കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിലുള്ളതല്ല. ഇല്ല, പിള്ളേര് നോയിപ്പില്ല. ഞങ്ങൾക്ക് അതെന്താ? അവർക്ക് ഇറച്ചി കഴിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കളാണ്, അവരോട് പറയണം, ബുധനും വെള്ളിയെങ്കിലും കുറഞ്ഞ പക്ഷെ ഇറച്ചി കഴിക്കാതിരിക്കുക. ഒരു രോഗിയാണോ നീ കഴിച്ചു, സഭ അനുവദിക്കുന്നു, സഭയുടെ അനുവാദമാണ്. ഗർഭിണിയാണോ, ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഭ അനുവദിക്കുന്നുണ്ട്, പോഷകാഹാരങ്ങൾ കഴിച്ചു. എന്നാൽ ആരോഗ്യമുള്ള മനുഷ്യ, നീ 50 ദിവസം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഇറച്ചി കഴിക്കുന്നില്ല. 50 ഈ ബുധനാഴ്ചകളുടെയും ബുധനും വെള്ളിയും മാത്രമെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ ബോഡിക്ക് വേണ്ടി കരുതാൻ വേണ്ടി ഞാൻ ഇറച്ചി കഴിക്കുന്നില്ല. നാവിന്റെ പൊതിയെ ശരീരത്തിന്റെ ആഗ്രഹത്തെ ഒന്ന് നിയന്ത്രിക്കുക. അങ്ങനെ നമ്മുടെ വീടുകൾ, നമ്മുടെ ബോഡി തന്നെ നോയമ്പുള്ളതായിരിക്കും. ജഡികമായ കാര്യങ്ങളെ കുറിച്ച് ഒക്കാത്ത ദിവസങ്ങളുണ്ട്. ജഡിക ചിന്തകൾ പാടില്ല. ശനിയാഴ്ച വൈകിട്ട് നാം നോമ്പായിരിക്കണം. അച്ഛൻ മാത്രം കുർബാന ചൊല്ലുന്നതുകൊണ്ട് നോമ്പ് നോക്കിയാൽ പോരാ, ജനവും നോക്കണം. എന്നിട്ട് നമ്മൾ അടുത്താണ്, അപ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും. വിലക്കപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയും. ഇതൊക്കെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും, അപ്പനും അമ്മയ്ക്കും. വിലക്കപ്പെട്ട ദിവസങ്ങൾ വിവാഹബന്ധങ്ങൾ ഏർപ്പെടരുത്. എന്താ വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ? ഞങ്ങൾക്കറിയാം. വിലക്കപ്പെട്ട ദിവസങ്ങൾ വിവാഹബന്ധങ്ങൾ ഏർപ്പെടരുത്. മൃഗം പോലാകരുത് കേട്ടോ. മൃഗം പോലായ ദൈവം നമ്മുടെ ഊതിക്കളയും, കുറച്ച് കഴിയുമ്പോൾ ഇടിക്കാൻ വയ്യത്. വിലക്കപ്പെട്ട ദിവസങ്ങൾ, സഭ കൽപ്പിച്ച ദിവസങ്ങൾ, നോമ്പാനിരിക്കുന്നതായ ദിവസങ്ങൾ, നോമ്പ് നോക്കണം. അപ്പോൾ ഞാൻ തള്ളോട് പറഞ്ഞു, അങ്ങനെയല്ല കേട്ടോ, കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഞാൻ ചോദിച്ചു, ഒരു ഡോക്ടർ പറയുകയാണ് ഇനി ഇറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അന്ന് നിൽക്കത്തില്ലേ? എത്രയോ പേര് നിർത്തിയത് നമുക്കറിയാം. വേറെ രോഗിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇനി മേല റെഡ് മീറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല. എന്ത് സംഭവിച്ചു? എൻ്റെ കൈ പൊക്കത്തില്ല, വലിയ വേദന. ഇറച്ചി മീനും കഴിക്കേണ്ട എന്ന് ഇംഗ്ലീഷ് മെഡിസിൻ ചെയ്യുന്നതായ ഡോക്ടർമാർ തന്നെ പറഞ്ഞു. അന്ന് പുള്ളി നിർത്തി. അല്ലെ പുള്ളിക്ക് മാട്ടിറച്ചി ഇല്ലാതെ പുള്ളി കഴിക്കുകയില്ലായിരുന്നു. നല്ല സൂക്ഷ്മമായി എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നോ, അന്ന് നിർത്തും. സഭ പറഞ്ഞ തന്നെ, ദൈവം പറഞ്ഞ തന്നെ അല്ലേ, അച്ഛൻ പറഞ്ഞ തന്നെ, ഭർത്താൻ പറഞ്ഞ തന്നെ എനിക്ക് തിന്നണം. അവയോടും ഇതന്നെ പറഞ്ഞു, ഈ നടുക്കിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അത് തിന്നതൊന്നും വരത്തില്ല. തമ്പുരാൻ പറഞ്ഞു ഇവളൊന്ന് പഠിക്കട്ടെ എന്ന് ഓർത്തിട്ട് പറഞ്ഞു നോ, തുടരുത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയായിരുന്നു, തിന്മാൻ വളരെ രുചിയുള്ളതാണ്, സാമ്യം പ്രാപിക്കാനും ജ്ഞാനം പ്രാപിപ്പാണ് നല്ലത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ദൈവം പറഞ്ഞത് തുടരുന്നത്. വേറെ എന്തെല്ലാം അതെല്ലാം ഞാൻ ഉണ്ടായിരുന്നു, ഒക്കത്തില്ല. നോ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും. ഐശാരിയുടെ ചിന്ത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ദൈവത്തിന്റെ മന്ദിരമായ ശരീരത്തിന് വേണ്ടി നാം കരുതുകയാണ്. ഇത് പറയാൻ നിങ്ങൾ ഒരു ഉദാഹരണം പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ വനത്തിൽ ചെന്ന് തടി വെട്ടിക്കൊണ്ടുവന്നൊരു മന്ദിരം പണിയുക, അവിടെ ഞാൻ നിങ്ങൾ ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സഭയുടെ പള്ളികളും ഒക്കെ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. അതിനും വേണ്ടി നമ്മൾ ചെയ്യണം.
അതിന് കൊടുക്കാതെ ചെയ്താൽ അതും തമ്പുരാൻ ഊതിക്കളയും. ഒത്തിരി പേര് കൂത്ത് വാങ്ങിക്കുന്നുണ്ട്. കാരണം എന്നാ, തമ്പുരാൻ കൊടുക്കാണോ കൊടുക്കത്തില്ല, കെട്ടിപ്പുറക്കേക്ക് വെച്ചേക്കും ബാഗിൽ. അവിടെ കുറച്ച് വിഷു മനോഹരമായ വീടുകൾ വാങ്ങിക്കും. കുറച്ച് കഴിയുമ്പോൾ അവിടെ എഴുതി വെക്കും ഫോർ ക്ലോസ്, അവിടെ ചുമ്മാ വിൽക്കാനിരിക്കും. എന്താ നമ്പരാൻ ഇങ്ങനെയാണല്ലോ ചെയ്തത്. ദൈവത്തോട് ചോദിക്കുക, എൻ്റെ ദൈവമേ, നീ എനിക്ക് നല്ല സുന്ദരമായ ബോഡിയാണ്, എന്നെ ബലഹീനത ബാധിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിലും സാരമില്ല, എന്നോട് കരുണയുള്ളവനായ ദൈവം എൻ്റെ കൂടെ. നോമ്പിന്റെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ കണ്ടു. എത്രയോ ഈ 4 ഞായറാഴ്ചകളിൽ തമ്പുരാൻ രോഗികളെ സൗഖ്യമാക്കി നടക്കണം. ആദ്യത്തെ വായനയിൽ നാം കണ്ടത് അവിടുത്തെ ആ കാനായിലെ കല്യാണ വിരുദ്ധ വായന. അവിടെ രൂപാന്തരമുണ്ടായി, വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. നിങ്ങളുടെയും എന്റെയും ജീവിതം വെറും വെള്ളമായാൽ എന്തുകൊണ്ട് തന്നെ പ്രയോജനമുണ്ട്. വീഞ്ഞാക്കി മാറ്റുക, അതായത് ലഹരിയുള്ളതാക്കണം. കുറച്ച് ഇങ്ങോട്ട് കുറച്ച് വീഞ്ഞ് കൂടി, അത് വീഞ്ഞല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവാണ് വീഞ്ഞ്, അതിനെ കൊണ്ട് നിറയ്ക്കണം. ശിഖരന്മാർ ആടിയിൽ വെച്ച് വിശുദ്ധ സ്ത്രീഹന്മാര്, ദൈവം അമ്മയുടെ മാതാവ് ഉൾപ്പെടെയുള്ള സ്ത്രീഹന്മാരും എല്ലാവരും ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ പറഞ്ഞു, ഇവരെന്താ പുതുവീഞ്ഞ് കുടിച്ചവരാണോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, അല്ലല്ല, നിങ്ങൾ അങ്ങനൊന്നും പറയരുതേ, ഞങ്ങൾ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞിനെ കുടിച്ചവരാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ചൈതന്യം പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ വേദപുസ്തക വായനയ്ക്ക് ശബ്ദമുണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ പള്ളിയിലെ പാട്ടുകൾ ശബ്ദമുണ്ടാവും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ സ്തോത്രം പറയും. 51-ാം സംഘത്തിന്റെ പുറകിലത്തെ അല്ലെങ്കിൽ 49-ാം സംഘത്തിൽ പറയുന്നത്, സ്തുതിക്കുന്നത്, യഹോവയെ സ്തുതിക്കുന്നത് ഉചിതമാകുന്നു. യഹോവയെ സ്തുതിക്കുന്നത് ഉചിതമാകുന്നു. സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നവന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അവിടെ പറയുന്നത്. സ്തോത്രം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആദ്യം ചൊല്ലുന്നതന്നെ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കും. അപ്പൊ ഞാൻ ആ തള്ള പറഞ്ഞ കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പെൺകുട്ടി ഒരു രോഗിയായിരുന്നു. രോഗം എന്നാന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. കാര്യമായ രോഗമായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. വളരെ വിഷമകരമായ രോഗമായിരുന്നു. അമ്പുരാനെ കുട്ടി സൗഖ്യം. ഞാൻ പറഞ്ഞു, ആ കുട്ടിയോടൊക്കെ പറയണം, നീ രോഗിയല്ലായിരുന്നു, ദൈവത്തിന് സൗഖ്യം തന്നില്ലേ, അതുകൊണ്ട് നോമ്പ് നോക്കുക, പ്രാർത്ഥിക്കുക. ഇഗ്നാത്തിയോസ് എങ്ങനെയാ ശക്തി പ്രാപിച്ചത്? നോമ്പാലെ ഈറേർക്ക് അതിശയമേറ്റി. മാരകമാണ് അതിശയിച്ചു പോയി. ഇഗ്നാത്തിയോസ് നോമ്പ് നോക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ തോളത്ത് സിംഹം വന്ന് കടിച്ചു പറിച്ചിട്ടും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. യേശുവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. നോ ഇഗ്നാത്തിയോസ്. അപ്പോൾ നോമ്പാണ് നമുക്ക് ശക്തി നൽകുന്നത്, നോമ്പാണ് നമുക്ക് സൗഖ്യം തരുന്നത്, നോമ്പാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. ഈ വായനകളിലെല്ലാം നമ്മൾ കണ്ടത്, കരുണയുള്ളവരായ ദൈവത്തിനോട് യാചിച്ചപ്പോൾ ദൈവം കരുണ ചെയ്തു. എന്ത് കരുണയുള്ളവരാ ദൈവമല്ലേ. ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചു. ദൈവം അനാദിയായി ശാശ്വതമായും അവൻ ദൈവമാകുന്നു. ഒരു ഹിന്ദു സന്യാസിയുടെ പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഫിലോസഫി തന്നെ ക്രൈസ്തവരുടെ വിശ്വാസത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളാണ് ഇതിലൊക്കെ പറയുന്നത്. അവർക്കൊക്കെ ഈ ജ്ഞാനം ആരാണ് കൊടുത്തത്? പരിശുദ്ധാത്മാവ് കൊടുത്തു. പഴയ കാലങ്ങളിലെ അനേക ആളുകള്, ഇന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത അനേക ആളുകൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, നന്മകൾ പ്രവർത്തിക്കും. ഇന്നലെ വൈകിട്ട് ഞാൻ സായിബാബ ഒരു ഗ്രാമം തന്നെ ഉണ്ട്, ട്രിവാൻഡ്രത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്, മറ്റനേക സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇപ്പൊ നടക്കാൻ വയ്യ, പക്ഷെ അദ്ദേഹം നാമം ജപിക്കുകയാണല്ല, യേശുക്രിസ്തുവിന്റെ അദ്ദേഹം പ്രാർത്ഥിക്കും. ബാബു പോളും ഉണ്ടായിരുന്നു അവിടെ പ്രസംഗിക്കുവാൻ. അനേക ഉന്നതന്മാരായ ആളുകൾ പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ആളുകളെ, ഈ അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്. ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. ഇന്നലെ അവരുടെ ചാനലിൽ അവരത് പറയുന്നത് എന്ത് നന്മകൾ പ്രവർത്തിക്കുന്നു. നമ്മൾ സുബേദിൽ വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ചിലർക്ക് ഇതൊക്കെ എന്നുള്ള ഈ പേര് പറയുന്നത്, ഇഗ്നാത്തിയോസ്, ബസേലിയോസ്, ദീവന്യാസിയോസ്, ഗ്രിഗോറിയോസ്, ഒത്തിരി പേര് പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ അവിടെ വളരെ ആമയും പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ സുബേദിൽ ഈ പ്രാർത്ഥന